സംശയത്തിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഇതുവരെ പറയപ്പെടാത്ത കഥയാണ്. ഇന്ന് വരെ മലയാള സിനിമയിൽ ഈ കഥ പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വേഷമാണ്. എന്റെ സ്കിൻ ടോൺ അല്ല, എന്റെ പല്ലല്ല, എന്റെ മുടിയല്ല, എന്റെ ആക്സന്റ് അല്ല. സിനിമ തിയേറ്ററിൽ കാണേണ്ടതാണ്, സിനിമ തിയേറ്ററിക്കലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് OTT വന്നിട്ട് ക്ഷമാപണവും കൊണ്ട് വരുന്നത് പോലത്തെ ഒരു സങ്കടം വേറെ ഇല്ല. OTTയും കൂടെ അല്ല. ഇപ്പൊ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ടെലിഗ്രാമിൽ എന്താണ് റിലീസാണ്? ടെലിഗ്രാമിൽ എന്താണ് റിലീസാകുന്നത്? പൈറസിയുടെ അറ്റമാണ് ടെലിഗ്രാം. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള, ഏറ്റവും ക്രിയേറ്റീവ്ലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവരെ മടുപ്പിച്ചു കഴിഞ്ഞാൽ പുറംകാലം അടിച്ച് പുറത്തിടും. വേറെ സെന്റിമെന്റ്സ് ഇല്ല അവിടെ. ഹലോ, നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു വിനയ് ഫോർട്ട്. വിനയേട്ടാ, വെൽക്കം ടു മൈ ഷോ. ഏറ്റവും പുതിയ വിശേഷം, സംശയം. എന്താണ് സംശയം? ആർക്കാണ് ഇവിടെ സംശയം? പറയൂ. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ പേരാണ് സംശയം. ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷം മുമ്പ് സിനിമയുടെ ഷൂട്ട് തീർന്നു. അതിനുശേഷം ഒരുപാട് നാളുകളായിട്ട് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഈ പ്രോസസ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഡയറക്ടർ ആദ്യയുടെ കഥ പറഞ്ഞ എന്നോടായിരുന്നു. സംശയം നമ്മളിപ്പോൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് കോമഡി ഫാമിലി എന്റർടൈനർ ആണ്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, അതായത് ഭയങ്കര തിരക്കുള്ള സമയമല്ല, ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്ന ഒരു ടൈമാണ് വെക്കേഷൻ കുട്ടികളുടെ. അപ്പോൾ എന്തുകൊണ്ടാണ് സംശയം ഇതിൻ്റെ ഇടയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. അപ്പോൾ ഇത് ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ ആണ്. അപ്പോൾ നമ്മളൊരു വീടൊക്കെ അടച്ച് മറ്റേ മുത്തച്ഛനും മറ്റേ അപ്പൂപ്പനും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും പിള്ളേരും കുട്ടികളൊക്കെ കൂടി പോകേണ്ട പോലത്തെ ഒരു സിനിമയാണ്. ഇത് വെക്കേഷൻ പടമാണ്. അപ്പൊ അത് കൊണ്ടിട്ട് ഈ സിനിമ വെക്കേഷനിൽ ഇറക്കണം. ഇത് ഭയങ്കര നമ്മൾക്ക് എപ്പോഴും പ്രൗഡ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഭയങ്കര കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു മലയാളിയുടെ സാധാരണക്കാരന്റെ സിനിമ പറയുന്ന, കഥ പറയുന്ന, അവന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്ന സിനിമകളാണ്. അപ്പൊ ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ ചേട്ടൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ തുടക്കം മുതലേ അതിന്റെ കൂടെ ആ ഒരു ജേർണി എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയും ജെന്യുവൻ ആയിട്ട് ഒരു പ്രൊജക്ടിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് വിനയ് ചേട്ടൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കോൺഷ്യസ്ലി അങ്ങനെ എന്താ പറയുക ചെയ്യുന്നതാണോ, അതോ സംഭവിച്ചു പോകുന്നതാണോ? എല്ലാ സിനിമകളുടെ കൂടെ അങ്ങനെ ഉണ്ടാവാറില്ല. എല്ലാ സിനിമകളുടെ കൂടെ ഉണ്ടാവാറില്ല. നിങ്ങൾ കൂടുതൽ കാണുന്നത് നമുക്ക് ഭയങ്കര പ്രതീക്ഷയും വിശ്വാസവും. ഇപ്പോ ചില ഈ സംശയത്തിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഇതുവരെ പറയപ്പെടാത്ത കഥയാണ്. ഇന്ന് വരെ മലയാള സിനിമയിൽ ഈ കഥ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു നടൻ എന്നുള്ള തരത്തില് എനിക്ക് ഏറ്റവും ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വേഷമാണ്. എന്റെ സ്കിൻ ടോൺ അല്ല, എന്റെ പല്ലല്ല, എന്റെ മുടിയല്ല, എന്റെ ആക്സന്റ് അല്ല, എന്റെ ബോഡി ലാംഗ്വേജ് അടക്കം നമ്മൾ വേറൊരു തരത്തിൽ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തിയ ഒരു സിനിമയാണ്. പിന്നെ ആസ് എൻ ആക്ടർ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഭയങ്കര മീറ്റി സ്പേസ് ഉള്ള സിനിമയാണ്. ഇതിന്റെയൊക്കെ മുകളിൽ, അതായത് നമ്മൾ എത്ര സിഗരറ്റ് അടിച്ചിട്ടും കാര്യമില്ല, കളി ജയിക്കണമല്ലോ. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്, വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഇപ്പൊ ഞാൻ അടുത്ത സിനിമ ഒരു പക്ഷേ ഇറങ്ങുന്നത് ഡിറ്റക്റ്റീവ് ആയിരിക്കും. അതല്ലാണ്ട് ഇപ്പൊ ഓടുംകുതിര ചാടുംകുതിര അവസാനം ഞാൻ ചെയ്തു, ഫഹദ് ഫാസിൽ ലീഡ് ചെയ്യുന്ന സിനിമയാണ്. അത് വലിയ കമേഴ്ഷ്യൽ സിനിമയാണ്. അതിന് എന്റെ ആവശ്യമില്ല. ഞാൻ ആ പ്രദേശത്തേക്ക് പോയില്ലെങ്കിലും ആ സിനിമക്ക് കിട്ടാനുള്ള എല്ലാ പരിപാടികളും അതിന് കിട്ടിയിരിക്കും. പക്ഷെ ഇപ്പൊ ആട്ടം, തമാശ, സംശയം എന്നൊക്കെ പറയുന്ന സിനിമകൾ വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇപ്പൊ നമ്മുടെ കുഞ്ഞിനോടൊക്കെ ഉള്ള ഒരു സ്നേഹമുണ്ട്. അപ്പോൾ എപ്പോഴും സിനിമ പൂർണ്ണമാകുന്ന എപ്പോഴാണെന്ന് അറിയോ? അതായത് നമ്മൾ ഈ തിരക്കഥ വായിച്ചു, മറ്റേ ഷൂട്ട് ചെയ്തു, മറ്റേ പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവരിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് സിനിമ പൂർണ്ണമാകുന്നത്. അപ്പൊ അവരിലേക്ക് എത്തുക, ഏറ്റവും കൂടുതൽ ആളുകളെ സിനിമ കാണിക്കുക, സിനിമ സാമ്പത്തിക വിജയം ഉണ്ടാവുക കുറച്ചാൾ മുമ്പ് വരെ എന്റെ മനസ്സിലുണ്ടായില്ല. എപ്പോഴും നല്ല സിനിമകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു നമ്മുടെ മുമ്പിൽ വന്നിട്ട് റിയാലിറ്റി നിൽക്കുകയാണ്. അതായത് ഇത് ഒരു സിനിമ ഒരു ഹാർഡ് കോർ ബിസിനസ് ആണെന്നുള്ളത്. ബോക്സ് ഓഫീസ് ഹിറ്റ്. അപ്പൊ തുടരുമ്പോഴത്തെ ഹിറ്റ് ഒന്നും ആവണ്ട. കാര്യം നമ്മുടെ ഒരു കുഞ്ഞു സിനിമ. പക്ഷെ ഈ ചെറിയ സിനിമകൾ വലിയ ഹിറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. എന്ന് കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾ മലയാളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പ്രൊഡ്യൂസേഴ്സ് ആണ് ഇതിനുള്ളത്. സുരാജ് ചേട്ടൻ, ഡിക്സൺ ചേട്ടൻ, മാത്തുക്കുട്ടൻ, 3 പേര്. അപ്പൊ ഇവര് സിനിമ ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മളൊന്നും കണ്ടിട്ടല്ല, ഈ തിരക്കഥ കണ്ടിട്ടാണ്. ഈ മനോഹരമായിട്ടുള്ള തിരക്കഥ ഇത് സിനിമയാകണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ പൈസ തിരികെ കിട്ടണം, അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും മികച്ച സിനിമകൾ ഉണ്ടാവണം
രാജേഷ് ഞാൻ കണ്ട ഏറ്റവും നല്ല റൈറ്ററാണ് അടുത്ത കാലത്ത് കണ്ട. ഇതിന്റെ റൈറ്റർ ഡയറക്ടർ സനു മജീദ് എന്ന് പറഞ്ഞ പേരുകളും കൂടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല നല്ല പരിപാടികൾ വരണമെങ്കിൽ ഇത് സിനിമ തിയേറ്ററിൽ കാണേണ്ടതാണ്. സിനിമ തിയേറ്ററിക്കലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് OTT വന്നിട്ട് ക്ഷമാപണവും കൊണ്ട് വരുന്നത് പോലത്തെ ഒരു സങ്കടം വേറെ ഇല്ല. തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല, OTTയിൽ കണ്ടു, ക്ഷമിക്കണം, അത് വേണ്ട. സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് ചിരിച്ച് ആർത്തുല്ലസിച്ച് പിന്നെ ഇമോഷൻ ഉണ്ടാവുമ്പോ എല്ലാവരും ഒരുമിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ഒരു സിനിമാ സംസ്കാരമുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. അപ്പൊ അങ്ങനെ തന്നെ ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് സംശയം. ഇപ്പൊ ചേട്ടനോട് ആരെങ്കിലും OTTയിലായിട്ടോ അത് കണ്ടത് പക്ഷെ നല്ല സിനിമയായിരുന്നു, അത് തിയേറ്ററിൽ ഹിറ്റ് ആയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടന്റെ റെസ്പോൺസ് എന്തായിരിക്കും? റെസ്പോൺസ് അവര് റെസ്പോൺസ് മറ്റേ ഇതില്ല, അർഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ വലിയ സിനിമകൾക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും. OTT എന്ന് പറയുമ്പോഴും അവർക്ക് OTTക്ക് ഒരു വലിയ പൈസ കൊടുത്തിട്ടായി വാങ്ങിക്കുന്നത്. നമ്മുടെ പോലെയുള്ള സിനിമകൾ അങ്ങനെയല്ല. അത് OTTയും കൂടെ അല്ല. ഇപ്പൊ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ടെലിഗ്രാമിൽ എന്താണ് റിലീസാകുന്നത്? പൈറസിയുടെ അറ്റമാണ് ടെലിഗ്രാം. അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്റെ പടം എന്തായിരിക്കും ടെലിഗ്രാമിൽ റിലീസാകുന്നത് എന്റെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പൊ ഞാൻ പറഞ്ഞു അത് പിന്നെ ക്ഷമാപണത്തിന്റെ പരമ്പരയാണ്. മിനിയാന്ന് വന്നിട്ടുണ്ട് ഒരെണ്ണം ഇൻസ്റ്റാഗ്രാമില്. ആട്ടം ഇതിൽ കണ്ടു, മറ്റേ OTTയിൽ കണ്ടു, ക്ഷമിക്കണം, തിയേറ്ററിൽ കാണേണ്ട സിനിമയായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ എന്ത് കാര്യം? അപ്പൊ അതുകൊണ്ട് അത് ആവർത്തിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഈ പ്രൊമോഷന്റെ കാര്യം എന്നോടല്ല, നിനക്ക് വേറെ പണിയില്ലെന്ന്. എനിക്കുള്ള പണികൾ എന്നിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു വെബ് സീരീസ് ചെയ്യേണ്ടായിരുന്നു ബോംബെയിൽ, ഞാൻ അത് മാറ്റിയിട്ടാണ് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾ ഓടണം. അല്ലെങ്കിൽ 5-6 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുത്തിട്ട് ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു സിനിമയുടെ ഇറങ്ങിയോ ആ സിനിമ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവരുത്. സംശയം എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്, ഇതിന്റെ ജോണർ ഇതാണ്, ഇന്ന ആളുകളാണ് അഭിനയിച്ചിരിക്കുന്നത്, ഇതൊക്കെയുള്ള പരിപാടികൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലല്ല ആളുകൾ പോയിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. അതെ, ഇപ്പൊ സിനിമ ഇറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നതും. അതിലും ടഫാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് പ്രൊമോഷൻ ചെയ്യപ്പെടാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടണം എന്നുള്ളതാണ്. അതായത് സിനിമ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അത് ക്രിയേറ്റീവ് പ്രോസസ്സാണ്. പ്രൊമോഷൻ ഭയങ്കര ടഫാണ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ചില ഇന്റർവ്യൂവിനൊക്കെ അവിടെ അടക്കം ഹൈറാർക്കി നമ്മൾ ഫേസ് ചെയ്യണം. ഒരു ഇന്റർവ്യൂവർ പരിപാടി, അവരുടെ ആ പരിപാടി ആളുകൾ കാണുന്നതാണ്. അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ 2 ലക്ഷം രൂപ ചോദിച്ചു. നമ്മൾ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സിനിമക്ക് ഓക്കെയാണ്. ഈ പറയുന്ന നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു കുഞ്ഞു സിനിമ ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അയാളോട് പോയിട്ട് പറയാൻ പറ്റും ചേട്ടാ ഒരു ഇന്റർവ്യൂവിന് 2 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്നത്. ഇന്ന് ഇവരൊക്കെ ഇവരുടെ ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഒന്ന് വരാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോകുന്നതാണ്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പൊ ഹൈറാർക്കിയും പരിപാടിയൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. വേറെ ഒന്നും വേണ്ട. അതെ, ഇപ്പൊ ചേട്ടനൊരു ഒരു കഥ കേൾക്കുമ്പം ഇങ്ങനെ ഇത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് എന്താണ്? മനസ്സ് പറയും. ഒന്ന്, എനിക്ക് ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു ആക്ടറൊന്നും അല്ല ഞാൻ. എന്നിലേക്ക് എത്തിപ്പെടുന്ന തിരക്കഥകളിൽ എനിക്ക് ഭേദപ്പെട്ടതെന്ന് തോന്നുന്ന സിനിമകൾ ഞാൻ ചെയ്തു പോകല. അത് പലതും നന്നാവും, ചില ശരിയാവില്ല. അപ്പൊ അങ്ങനെ പോവാന്നുള്ളതാണ്. നമുക്ക് ഞാൻ ഏറ്റവും നല്ല ചെയ്യാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പൊ അങ്ങനെ പീസ്ഫുൾ ആയിട്ട് പോവുക. അതായത് സത്യസന്ധമാണോന്ന് ഞാൻ ഓർക്കും. ഒരു തിരക്കഥ വായിക്കുമ്പോൾ ഈ പറയുന്ന സത്യമാണോ, അല്ലെങ്കിൽ ആളുകളെ ഗ്രിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി കൊണ്ടുപോകണം. ഇപ്പൊ ഭയങ്കര ടഫായി. കൊറോണയ്ക്ക് ശേഷം ഭയങ്കര സ്പീഡുള്ള നോയ്സി സിനിമകളാണ് തിയേറ്ററിൽ കൂടുതലും പോക്കുന്നത്. ഭയങ്കര സ്പീഡാണ്, റീലിനോട് യൂസ്ഡ് ആയി. എനിക്ക് സംശയത്തിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടുള്ള എനിക്കൊരു സംശയമുള്ളൂ. സംശയം ഗംഭീര സിനിമയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ഭയങ്കര റീൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമക്ക് ഒരു പേസ് ഉണ്ട്. ഓരോ സിനിമക്കും നമ്മളൊരു പരിപാടി എസ്റ്റാബ്ലിഷ് ചെയ്ത് പീസ്ഫുള്ളി വരാനോ ടൈം എടുക്കും. അതിനുള്ള ടൈം കൊടുക്കണം. സിനിമ ബിസിനസ് ആണ്. ഒച്ചപ്പാടും പാളത്തിന്റെ ഒപ്പം തന്നെ ഇതൊരു കലയാണ്, അതുകൂടി ഉൾക്കൊള്ളണം. അപ്പോ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇതാണ് എന്റെ ബേസിക് പരിപാടി. സത്യസന്ധമാണോ, ഇതിലൊരു അറ്റംപ്റ്റ് ഉണ്ടോ, ഇതാര് ഡയറക്ട് ചെയ്യുന്നു, ടെക്നിക്കൽ ടീം ഏതാണ്, നല്ല തിരക്കഥയാണോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആരും അഡ്രസ് ചെയ്തതാണ് ആ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്. ഞാൻ കമ്മിറ്റ് ചെയ്ത് മുതൽ ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു, മറ്റേ ഡബിങ് കഴിഞ്ഞു, പ്രൊമോഷൻ വരെയുള്ള ഈ യാത്ര ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് ഞാൻ നല്ല ആളുകളുടെ കൂടെ, കാര്യം ഒരു 100 ചില്ലാനം ദിവസം ഉണ്ടാവും. അങ്ങനെ ഒരു കുറെ 100 ചില്ലാനം ദിവസം മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. അപ്പൊ അതും
മറ്റേ ഒരു ഫാക്ടറാണ് ഒരു സിനിമ അതെ. ചൂസ് ചെയ്യാൻ. ഇപ്പൊ ഈ സിനിമ ബന്ധങ്ങളുണ്ടല്ലോ, ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് അതെ. പറഞ്ഞത്, അത് അങ്ങനെ ചേട്ടൻ എത്രമാത്രം അത് എന്താ പറയാ, ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഇങ്ങനെ അത്രയും നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഉം. അത് കൊണ്ടുപോകുന്ന ഒരു ഉം. ആളാണ്, കുറെ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ്. ഉം. അപ്പം ഡൗട്ടാ. എനിക്ക് ഞാൻ കുറച്ചും കൂടി ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാ. ആ എനിക്കങ്ങനെ സിനിമയിൽ ഭയങ്കര ബന്ധങ്ങളൊന്നുമില്ല. കുറച്ച് കുറച്ച് ബന്ധങ്ങളുണ്ട്. അത് ഭയങ്കര ഊഷ്മളമായിട്ടുള്ള ഭയങ്കര ഡെപ്തുള്ള ബന്ധങ്ങളാണ്. ഉം, അടുത്ത സുഹൃത്തുക്കളാണ്. ഉം, ബാക്കിയുള്ളവരൊക്കെ സുഹൃത്തുക്കളാണ്. ഉം, അടുത്ത സുഹൃത്തുക്കളല്ല. ആ, കൂടുതലും സിനിമയിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് നമ്മൾ കോ ആക്ടേഴ്സ് ആണ്, കോ വർക്കേഴ്സ് ആണ്. ആ, അല്ലാണ്ട് ഭയങ്കര സൗഹൃദം എന്നെ സംബന്ധിച്ച് കുറവാണ്. എനിക്ക് കുറച്ചുകൂടി സൗഹൃദം ഈ പറയുന്ന ആട്ടത്തിലൊക്കെയുള്ള നമ്മുടെ ചേട്ടന്മാരും. ഞാൻ ഉം, അവിടെ നിന്നാണ് വന്നത്. ആ, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്. ഞാൻ കുറച്ചും കൂടി സത്യസന്ധവും ഉം, കുറച്ചും കൂടെ അൺകണ്ടീഷണൽ ഒക്കെയാണ്. അങ്ങനെ സിനിമയിലല്ലാത്ത കുറെ സൗഹൃദമുണ്ട്. അതൊക്കെയാണ്. അധികമല്ല, ഒരു ഉം, 5-6 എണ്ണമൊക്കെ ഉണ്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഉം, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതെ, നമ്മള് നമ്മുടെ പരാജയത്തിലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, അത് ഉം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ലൈഫിൽ. അല്ലെങ്കിൽ ഞാനൊരു ക്രാപ്പ് ചെയ്താൽ ഇത് ഭയങ്കര ക്രാപ്പാണ്, നീ വളരെ മോശമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ വളരെ മോശമായിരുന്നു, നീ ഉം, നിന്നെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത് നിന്റെ പരിമിതിയാണെന്ന് പറയുന്ന പോലത്തെ സുഹൃത്തുക്കളുണ്ട്. ആ, അവരാണ് എൻ്റെ റിയൽ ഫ്രണ്ട്സ്. അതെ. ഇപ്പൊ ചേട്ടനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന അപ്പം ആരായിരിക്കും? ഇവരൊക്കെ തന്നെയാണോ? ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇവര് പറയുന്നത് ഇങ്ങനെ നമ്മൾ അവരുടെ റിവ്യൂ കേൾക്കാൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പറയുമല്ലോ, ഇപ്പം എടുത്ത് നമ്മുടെ ചെറിയൊരു വ്യത്യാസം വരെ അവർ നോട്ട് ചെയ്ത് പറയുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആരുമില്ല. അങ്ങനെ ഭയങ്കര അങ്ങനെ എൻ്റെ പരിപാടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലത്തെ സുഹൃത്തുക്കളൊന്നുമില്ല. ആ, ഈവൻ മറ്റേ ഓൺലൈനിൽ ഒരു ആൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വായിച്ചു നോക്കും. ആ, വായിച്ചു നോക്കിയിട്ട് അതിലെന്തെങ്കിലും മറ്റേ അയാൾ പറയുന്നതിൽ കാര്യം, നമ്മൾ അത്രത്തോളം, ഞാൻ 16 വർഷം സിനിമയിൽ വർക്ക് അതെ, ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഉം, എല്ലാ കാര്യങ്ങളും അറിയാനൊന്നും പാടില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് ഞാൻ നോക്കും. ഉം, അപ്പോൾ അയാൾ എന്നോട് ക്രിയേറ്റീവ്ലി പുള്ളി ഒരു ക്രിറ്റിസിസം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് പുള്ളി പറയുന്നത് ശരിയാണെന്ന് തോന്നുകയും ഞാൻ തിരുത്താനുള്ള, ആ, അല്ലെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചിന്തയും ഒരു ശ്രമമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ. അപ്പൊ ശരിക്കും ഈ കോൺസ്റ്റന്റ് ലേണിംഗ് ഉണ്ടെങ്കിലല്ലേ ഈ ഒരു, അപ്പൊ ഈ ലേണിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം ചേട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു തിയേറ്ററിൽ നിന്ന് വന്നു, ഇപ്പം സിനിമയിൽ ഇപ്പോഴും എന്താ പറയുക, നല്ല നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന റോളുകൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കമന്റ്സിൽ കണ്ട ഒരു ഇതാണ്, അതായത് വിനയ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്കറിയുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാളെ പോലെ തോന്നും. ഉം. അപ്പൊ അതെങ്ങനെ അത്രയും നമുക്ക് ജെനുവിൻ ആയിട്ട് ആ ക്യാരക്ടറിനോട് സത്യസന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചേട്ടൻ സാധിച്ചെടുക്കുന്നത്? ഇപ്പൊ ഒരു ക്യാരക്ടർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, അയാൾ എങ്ങനെയായിരിക്കും, അയാൾ കഴിക്കുന്നത് എങ്ങനെയായിരിക്കും, അയാൾ നടക്കുന്നത്, അങ്ങനെ എപ്പോഴും ഒരു ഹോംവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടോ? ഒരു കോൺസ്റ്റന്റ് ലേണിംഗ് ഡെഫിനറ്റ്ലി വേണം. ഉം, ഇപ്പൊ പാർവതി ആണെങ്കിലും നിങ്ങളുടെ മേഖലയെ കുറിച്ചിട്ട് നമ്മളൊരു ദിവസം ഞാൻ പറയും, നമ്മൾ ആ, 100 ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ, ഉം, നമ്മൾ ശരിക്കും ഒരു മിനിറ്റിൽ തന്നെ ലക്ഷക്കണക്കിന് ചിന്തകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ ഒരു ദിവസം നമ്മൾ 100 ചിന്തകൾ ഉണ്ടെങ്കിൽ അതിൽ 50 എണ്ണം ഞാൻ ഈ ആർട്ടും സിനിമയും ആക്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആ, ബാക്കി 50 എണ്ണം ഇപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. ആ, അപ്പൊ അത് ലേണിങ്ങിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഉം, അതുപോലെ തന്നെ ഒരു ആക്ടർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഉം, അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഉം, അല്ലെങ്കിൽ ലോകത്ത് മറ്റേ അഭിനയ സമ്പ്രദായങ്ങൾ മാറുന്നതും, ഇപ്പൊ ഹോളിവുഡിലാണെങ്കിൽ പുതിയ ആക്ടറാണ് വന്നിരിക്കുന്നത്, അയാൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഉം, അയാൾ എന്തുകൊണ്ട് ഗ്രേറ്റ് ആകുന്നു എന്ന് പറയുന്ന സാധനങ്ങളും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന്റെ വർക്കുകൾ നമ്മൾ കണ്ടു പഠിക്കുകയും ആ, ഒക്കെ, അതൊരു കോൺസ്റ്റന്റ് ലേണിംഗ് നടന്നുകൊണ്ടിരിക്കണം. ഉം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ഉം, ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള, ഉം, ഏറ്റവും ക്രിയേറ്റീവ്ലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ, ഇവരെ മടുപ്പിച്ചു കഴിഞ്ഞാൽ പുറംകാലം അടിച്ച് പുറത്തിടും. വേറെ സെന്റിമെന്റ്സ് ഇല്ല അവിടെ. ഉം, അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്യുപ്ഡ് ആയിരിക്കണം ഇവർ ഉം, എന്റർടൈൻ ചെയ്യുമ്പോൾ. അതാണ് ഈ ആളുകൾ പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ, ഞാൻ നേരത്തെ ലൈക്ക് കമ്മിങ് ബാക്ക് ടു സംശയം, ഉം, എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടില്ല എനിക്ക് ഈ സംശയത്തിലെ മനോജനെ പോലത്തെ കഥാപാത്രം. ഉം, ഞാൻ ഈ ഔട്ട്ലുക്കിൽ ആ, എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന മലബാറിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ, ഭയങ്കര ജെനുവിൻ ആളുകളാണ് അവിടെ. അതെ. അപ്പോൾ അവിടെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല, ആ. എന്നാലും പക്ഷെ മലബാറിന് ഞാൻ അതും കൂടി പറയട്ടെ, ഞാൻ കോഴിക്കോട് കയറിയാണ് ആ, അതെ. ആ, ചേട്ടൻ പറഞ്ഞോളൂ. അതെ. അപ്പൊ അങ്ങനെ, അപ്പം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കൂടെ ഈ മനോജനായിട്ട് ഞാൻ നടന്നു. ഉം. ഒരാൾ തിരിച്ചറിഞ്ഞില്ല. ആണോ? ഒറ്റാള് തിരിച്ചറിഞ്ഞില്ല.
അത് എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് ഞാൻ ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ആളാണല്ലോ. അതെ 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 അതിന്റെ സ്നേഹം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അയ്യോ നല്ലൊരു ആ, സിനിമ, നല്ലൊരു ഇതായിരുന്നു അപ്പൊ കേട്ടോ. അത് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യാൻ പറ്റിയിട്ട് ഉം. അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. ഇത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കായിരുന്നു. അതെ. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉം. ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 10-16 വർഷമായിട്ടും മേജർ ആയിട്ട് എന്റെ സ്ലാങ് മാറ്റി സംസാരിച്ചിട്ടില്ല. ആ. അത് സ്ലാങ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ഡയലോഗിന്റെ സ്ലാങ്ങിൽ നിൽക്കുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് എത്താൻ എവിടെയും എനിക്ക് ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു. ഓ. അപ്പൊ ഞാൻ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് സ്ലാങ് വിട്ടു. ഉം. ഇപ്പൊ ഒരു ടൈം എത്തി. ഇനി ഇപ്പൊ ഞാൻ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉം. അതായത് വേറെ അമ്പൊന്നും ചെയ്തിട്ടില്ല. ഉം. ആളുകൾക്ക് എന്നെ അറിയാം. അതെ. ഇനി ഞാൻ റിസ്ക് എടുക്കണം. ഇനി ഉം. റിസ്ക് എടുത്താൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്ക്രീൻ പ്ലേന് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. ഉം. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുള്ളി റിട്ടേൺ. ഭയങ്കര സിമ്പിൾ ആണ്. അറ്റ് ദ സെയിം നല്ല ഡെപ്ത് ഉള്ള സ്ക്രീൻ പ്ലേ ആണ്. ഈ ക്യാരക്ടർ ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. Yes. എഴുതിയിരിക്കുന്നത് ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ. അപ്പോ അതൊക്കെ കൊണ്ട് രാജേഷ് എന്നോട് പറഞ്ഞു ഇതൊരു ഒത്തന്റിക് ആയിട്ടുള്ള വടകരക്കാരനാണ്. ഇയാളുടെ അച്ഛൻ ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്ററായിരുന്നു. ആ. ഇയാള് 10ാം ക്ലാസ് തോറ്റ മനുഷ്യനാ. ഉം. ഇയാൾക്ക് അച്ഛന്റെ കെയർ ഓഫിൽ ജോലി കിട്ടിയതാ. ആ. അപ്പൊ അങ്ങനെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ ആ. സിനിമ കാണുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രീമിയർ ഷോ നടത്തി. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നു. കണ്ട ഭൂരിഭാഗം പേർക്ക് സിനിമ ഇഷ്ടമായി. ഉം. അല്ലെങ്കിൽ പെർഫോമൻസിനൊക്കെ അവർ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ. അതെന്റെ പ്രയോറിറ്റി അല്ല. നമുക്ക് സിനിമ ഓടിയാൽ മതി. അപ്പോൾ അവർ ചോദിക്കുന്ന പല കാര്യവും അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ അറ്റംപ്റ്റ് ചെയ്ത ആളുകളിലേക്ക് എത്തി. ആ. പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയും കഥാപാത്രമാണ്. ഈ വടകര സ്ലാങ് നല്ല ബുദ്ധിമുട്ട് തോന്നിയില്ലേ അപ്പം? രാജേഷ് PGയോ ഗ്രാജുവേഷൻ എന്തോ ചെയ്തു വടകരയിലാണ്. ആഹാ. രാജേഷ് ഒരു മൈൻഡ് ബ്ലോയിങ് ആക്സൻ കോച്ച് പോലെ ഫംഗ്ഷൻ ചെയ്തു. ഉം. രാജേഷിന് ഭയങ്കര ടാലന്റ് ആണ് ഈ ആക്സന്റ് പിടിക്കുന്നതിൽ. ആ. അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഈ സ്ലാങ് ആയിരുന്നോ, ഈ ക്യാരക്ടർ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ചലഞ്ച് അല്ല എന്തായിരുന്നു? ഞാൻ ഓൾറെഡി റിസർച്ച് ചെയ്തിരുന്നു കുറച്ച്. ആ. ഈ ജാനു തമാശകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പരിപാടിയുണ്ട് യൂട്യൂബിൽ. ആ. അത് ഒത്തന്റിക് വടകര ഭാഷയാണ് പറയുന്നത്. അപ്പൊ മാസങ്ങളോളം ഞാനത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കാറിൽ പ്ലേ ചെയ്ത് കേട്ടോണ്ടിരിക്കും ഇങ്ങനെ. ഓ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കത് ഒരു പരിധിവരെ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉം. കവി അൻവർ അലി ഉണ്ടല്ലോ, ആ. അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഉം. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ഒന്ന് അത് രണ്ട് നമ്മൾ കണ്ടു, അത് റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ആ, ചെയ്ത പാട്ട്. അതെ അതെ. ആ. അപ്പൊ അതില് അദ്ദേഹം രാജേഷിനോട് ചോദിച്ചു വടകരയിൽ എവിടെയാണ് വിനയ് ഫോർട്ടിന്റെ വീട് എന്ന് ചോദിച്ചു. ആ. അതെനിക്ക് അവാർഡായിരുന്നു. ആ. കാര്യം അദ്ദേഹം അതെ പുള്ളി നോൺ ലിറിസിസ്റ്റ് ആണ്, പോയറ്റ് ആണ്. അതെ. അപ്പൊ രാജേഷ് ചോദിച്ചു അയാളുടെ പേര് തന്നെ വിനയ് ഫോർട്ട് എന്നാണ്. ആ ഫോട്ടോ വെച്ച് കയറുന്നില്ല വടകരയിൽ എങ്ങനെയാണ് അയാളെ വീടുണ്ടാവുക. അപ്പൊ അതൊരു ഭയങ്കര ഓ, അത് ഭയങ്കര കോംപ്ലിമെന്റ്, അടിപൊളി. അപ്പൊ നമ്മൾ ആ ക്യാരക്ടർ സിനിമ ഒക്കെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിലെ ബാക്കി ക്യാരക്ടേഴ്സിനെ പറ്റി പറയോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കഥാപാത്രം. ഒന്ന് എന്റെ ഭാര്യ ആ. ലിജോ മോള്. ആ. വിമല എന്ന കഥാപാത്രത്തിന്റെ പേര്, എന്റെ പേര് മനോജൻ. ഉം. അച്ഛൻ ആ. കുഞ്ഞികൃഷ്ണ മാഷ്. ആ. ഏ? ആ ഡയലോഗ് നല്ല രസമുണ്ട്. പിന്നെ എവിടെയോ ഞങ്ങള് സിമിലർ അല്ലേ അതെ, അത് കാഴ്ചയിലും. ഡോറ് തുറക്കുമ്പോ ചേട്ടന്റെ എക്സ്പ്രഷനും ഉണ്ടല്ലോ. അതെ നല്ല ഭയങ്കര, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ സ്ലിപ്പായി പോവാം, കുറച്ച് ആ. ഓവർ ആയി കഴിഞ്ഞാൽ ആ. ഇയാൾ എന്തെങ്കിലും കാണിക്കണം നമുക്ക് തോന്നാം. ആ. പക്ഷെ ഇത് കറക്റ്റ് മീറ്ററിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കറക്റ്റ് മീറ്ററിൽ നിൽക്കുകയും ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ ആളുകളുടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. അതെ. അതായിരുന്നു എന്റെ അതെ, എന്റെ അത് ഭയങ്കര ചലഞ്ച്. ആ, അപ്പൊ ഞാൻ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന പോലെയല്ല ഞാൻ ഇതിൽ അതെ ചെയ്തിരിക്കുന്നത്. അത് സത്യം കേട്ടോ. ഇപ്പൊ ഞാനാണെങ്കിൽ അല്ല അച്ഛാ മറ്റേ ഇപ്പൊ സൗമ്യ പ്രഗ്നന്റ് ആണ് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. ആ. ഞാൻ അങ്ങനെയാ പറയുന്നത്. ആ. മനോജൻ പറഞ്ഞത് മനോജൻ ഇങ്ങനെ ഇയാളെ സന്തോഷം ഇതായിട്ട് അത് മുഖത്തിൽ റിഫ്ലക്ട് ചെയ്യാണ്. ആ, അതെ. ഇതുപോലെ തന്നെയാണ് ഇയാളെ സങ്കടപ്പെടുന്നത്. കണ്ടാലറിയാം. അതായത് ഞങ്ങൾക്ക് ഓൾറെഡി പല്ലിങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട് അത് സിനിമ കാണുമ്പോൾ അറിയാം. ഈ നമ്മള് കുഞ്ഞിലുള്ള ട്രോമ ഉണ്ടല്ലോ, ഇയാളെ ആ. അമ്മയില്ലാത്ത കുട്ടിയാ. ഓ. അച്ഛനാണെങ്കിൽ ഭയങ്കര ബാഡ് പാരന്റിങ് ആണ്. ഇയാളെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ പ്രായത്തിലും പുള്ളിനെ തല്ലുന്ന പോലത്തെ ഒരു പാരന്റാ. ഓ. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇയാളുടെ ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ് ഇല്ലാത്ത ബോഡി ലാംഗ്വേജും, ഉം. ഇയാള് സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നതും, അച്ഛനോട് ഡിസ്റ്റൻസ് ഇടുന്നതും, ഇയാള് സങ്കടപ്പെടുമ്പോ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ കരയുന്ന ആളാണ്. ആ. അപ്പൊ അങ്ങനെ ഒരുപാട് അയ്യോ. കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഓക്കെ. കാര്യം ഇത് ഈ അമ്മയില്ലാത്ത പിള്ളേ എന്റെ ആലോചനകളിൽ, എന്റെ ഇമാജിനേഷനിൽ ഉം. എനിക്ക് ഇയാളെ ഇങ്ങനെ വോട്ട് ചെയ്യാനാ തോന്നിയത്. അപ്പൊ ലൈക്ക് അങ്ങനെ ഒരുപാട് ഏരിയയിൽ എനിക്ക് സംശയം സോ പ്രഷ്യസ്, വെരി സ്പെഷ്യൽ. അതെ. ഇപ്പൊ ചേട്ടന്റെ ഏതെങ്കിലും ഒരു സംശയം ഇതുവരെ എന്താ പറയണ്ടേ, അതിപ്പോ സിനിമ റിലേറ്റഡ് ആയിരിക്കാം, അല്ലാതെ ആയിരിക്കാം, ഇപ്പോഴും അതൊന്നും സോൾവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞാണ്, അതായത്
ഈ നമുക്ക് അതായത് ആ ലീഗിലെത്തണം. ഉം. അതായത് ഒന്നും ചെയ്യണ്ട. ഒരു പടം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോഷൻ കൂടി ചെയ്യാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റണം. ആ. ഓട്ടോമാറ്റിക്കലി അത്രത്തോളം ലൈക്കബിൾ ആയിട്ടുള്ള ആക്ടർ, അത്രത്തോളം ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആകുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ഉം. അത് അതിലേക്ക് എത്തുമോ എന്ന് പറയുന്നൊരു അത് ജീവിതത്തിന്റെ പരമോന്നതമായ ലക്ഷ്യമൊന്നുമല്ല. ഉം. പക്ഷെ അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്നെ സിനിമ ചൂസ് ചെയ്യുന്നതാണ്. എനിക്ക് സിനിമ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാർവതി വന്നിട്ട് എന്നോടൊരു തിരക്കഥ പറഞ്ഞു. പാർവതി പുതിയൊരാളായിരിക്കാം. ആ. എനിക്ക് ആ സ്ക്രീൻ പ്ലേ ഭയങ്കരമായിട്ട് വർക്കായി. അത് കുറച്ച് വലിയ ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റണം. ഉം. അത്രേ ആഗ്രഹമുള്ളൂ. ഉം. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഉം. വേറെ അവാർഡുകളോ അല്ലെങ്കിൽ മറ്റേ മറ്റേ ഉം. ഫെറാറി കാറോ ആ. മണിമാളിക ഒന്നും എനിക്ക് വേണ്ട. ഉം. പക്ഷെ പക്ഷേ ഇഷ്ടപ്പെടുന്ന തൊഴിൽ ഇങ്ങനെ ഈ ഹെറാർക്കിയുടെ വിക്ടിമാണ്ടിരിക്കുക. അതെ. ഒരു താരമാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യാം. ഇയാളാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ വേണം എന്ന് പറയുന്നതിന്റെ ഒരു 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 ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. ഉം. അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഉം. അപ്പൊ അത് ഭയങ്കര പെയിൻഫുള്ളാ. അപ്പൊ അത്തരം പരിപാടികളൊന്നും ഇല്ലാണ്ട് വേറൊന്നും ബാധിക്കാണ്ട് നമുക്ക് ആർട്ടിൽ മാത്രം, സിനിമയിൽ മാത്രം, പെർഫോമൻസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പീസ്ഫുൾ ആയിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുക ഒരു പരിമിതികളും ഇല്ലാതെ. ഉം. അതന്നെ. അത് ഉടനെ തന്നെ എന്താ പറയണെ അതേപോലെ തന്നെ ആ ഒരു ഇതിലേക്ക് ചേട്ടൻ എത്തട്ടെ. താങ്ക് യു. ഇപ്പൊ ഈ സംശയം എന്ന് പറയുമ്പോൾ കുട്ടികൾ കുറേ സംശയങ്ങള് ചോദിക്കുന്നത് പതിവാണല്ലോ. ഉം. അപ്പം എന്തൊക്കെയാണ് ഒരു ഉത്തരം കിട്ടാൻ അച്ഛൻ എന്ന നിലയിൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങൾ കിട്ടിയിട്ടില്ല. ആ. പിന്നെ ഞാനേ ആ. കൈൻഡ് ഓഫ് സ്ട്രെയിറ്റ് ആളാ. ഉം. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയുക. ആ. എനിക്കത് ബാധ്യതയാണ്. എനിക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. ആ. അപ്പൊ ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം കൊടുക്കും. എനിക്കത് ചുമക്കാൻ പറ്റില്ല. ഉം. ഒരാളെ ഹേർട്ട് ചെയ്യാണ്ട് ആ. കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഉം. നോ പറയുക. ഒരു പരിപാടി നടക്കില്ല എന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ നോ പറയുന്നത് ഉം. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ്. ഞാൻ അതെ. നിങ്ങളുടെ ടൈമിനെ വാല്യൂ ചെയ്യണം. മ്യൂച്വൽ റെസ്പെക്ട് ആണല്ലോ എല്ലാത്തിലും അതെ. വലുത്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലും കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ല ഇത്രയും പണി കിട്ടും. അല്ലേ? ഉം. അപ്പം അതെങ്ങനെയാ അപ്പൊ ചേട്ടൻ മാനേജ് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ഒരു സ്ട്രെങ്ത് അല്ല അത്. ഈ ഉം. പറയുന്ന പോലെ ഡിപ്ലോമസി എനിക്ക് വർക്ക് ആവാറില്ല. ഉം. ഡിപ്ലോമാറ്റിക് ഉം. ആകാൻ എനിക്ക് പറ്റാറില്ല. എൻ്റെ വീട്ടുകാരൊക്കെ പറയും ഇങ്ങനെ ഉം. നടന്നോളാനൊക്കെ പറയും. ഒരാളെ വിളിച്ചിട്ട് ഒരു അവസരം ചോദിക്കാൻ എനിക്ക് പറ്റാറില്ല. ഉം. അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർ ആയി ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് അൺഫെയർ ആണെന്ന് എത്ര വലിയ ആളാണെങ്കിലും പറയും. ആ. അത് ഒരാളെ ഹേർട്ട് ചെയ്യുന്നതല്ല. ഉം. എന്നാൽ ചില ഒരു ഇൻഡസ്ട്രി ഫങ്ഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഉം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന പോലെ നമ്മളോട് നമുക്ക് നടന്നിരിക്കുന്നത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ്. ആ. ഒരാൾ ചെയ്യുകയും ചെയ്തു. ഉം. പക്ഷേ അതൊരു മോശപ്പെട്ട കാര്യമാണെന്നുള്ള ഒരു ഫീലിങ്ങോ ഉം. അത് നിങ്ങൾ വിഴുങ്ങണം. ഇനി കാര്യം ഞാൻ വലിയ ആളായതുകൊണ്ട്. ഉം. അപ്പൊ അതിന് നമ്മൾ നിന്ന് കൊടുക്കില്ല. അത് അതിലൊരു അർത്ഥമില്ല. അതെ. അപ്പൊ ഇതൊക്കെ എനിക്ക് നല്ല എട്ടിന്റെ പണിയാണ്. പക്ഷെ ആ പണിയൊന്നും എന്താ പറയാ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നമ്മളിപ്പോഴും എന്താ പറയാ വിനയ് ഫോർട്ട് എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ ആരാന്നുള്ളൊരു ചോദ്യം ആദ്യത്തെ സിനിമ മുതലേ ഇല്ലല്ലോ. ആദ്യത്തെ സിനിമ തന്നെ എന്താ പറയണ്ടേ ഇങ്ങനെയാണ് ചേട്ടന്റെ ഗ്രാഫ് പോകുന്നത് മുകളിലേക്ക്. അപ്പം ചേട്ടൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് വളരെ എടുത്തെടുത്ത് ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ഇപ്പം ചേട്ടന്റെ ലൈഫിൽ ഇപ്പൊ 2 പ്രൊഫസേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രേമത്തിലും ചെയ്തിട്ടുണ്ട്, തമാശയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം അതിലത്തെ ഏത് സാറിനോടായിരിക്കും ഒരു സഹായം ചോദിക്കുന്നത്? രണ്ടിനോട് ചോദിക്കില്ല. രണ്ടും കോമഡിയാണ്. അതെ. കോമഡി അല്ല, രണ്ടിനും ഇതിനില്ലേ നിലനിൽപ്പില്ലല്ലോ. അതെ. അവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ എന്നാ ആ. അതിന്റെ ഫിലിം മേക്കേഴ്സ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ. കാര്യം പ്രേമത്തിന്റെ ഒരു നിഴലുകൂടെ വരാൻ പാടില്ല തമാശയിലെത്തുമ്പോൾ. ശരിയാ. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ നമ്മൾ തമാശ ഇതേപോലെ സംശയം പോലെ സിനിമയായിരുന്നു. എനിക്ക് കുറെ നാളെ ഞാൻ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്തു. ഒരുപാട് എന്ത് പണിയെടുത്തു. നല്ല സിനിമയാ അത്. അയ്യോ. സംശയം ആക്ച്വലി ആ ലീഗിൽ വരുന്ന സിനിമയാണ്. ആ ലീഗിൽ വരുന്ന ആ സിനിമയുടെ ഒരു ആത്മാവില്ലേ, അതെ. അതുപോലത്തെ ഒരു സിനിമയാണ്. അപ്പോ അപ്പൊ അത് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കഥാപാത്രം അത്. ശ്രീനിവാസൻ മാഷ് എനിക്ക് വളരെ പ്രിയപ്പെട്ട. തമാശ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ആട്ടോ. ഇപ്പോഴും ഞാൻ ആ വഴി വണ്ടി ഓടിച്ച് പോവാണെങ്കിൽ ഞാൻ വണ്ടി നിർത്തും. എന്റെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പോവും. ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീട്ടിൽ പോവും. തമാശയിൽ പ്രവർത്തിച്ച ആളുകൾ ആ ഭാഗത്തുണ്ടെങ്കിൽ അവരെ കാണാൻ പോവും. അങ്ങനെ മറ്റു സിനിമകളുടെ കൂടെ സംഭവിക്കാറില്ല. രാജേഷ് തമാശയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഈ സിനിമയുടെ ഡയറക്ടർ. അത് ശരി. ഓ അടിപൊളി. ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ നമ്മളുടെ കൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ അത് ഈ തമാശത്തെ ഒരാളായിരിക്കും എന്നാല്
എന്റെ കൂടെ ഒരാളെ സഞ്ചരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് നമ്മള് ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോ നമ്മള് പിന്നെ ഈ പറയുന്ന പോലെ ആക്ഷന്റെയും കട്ടിന്റെ ഇടയിലുള്ള ഒരു പരിപാടിയാണ് ചങ്ങായി ഇത്. അല്ലാണ്ട് നമ്മളെ മെത്തേഡ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇപ്പൊ ടാക്സി ഡ്രൈവറായിട്ട് അഭിനയിക്കുമ്പോൾ ടാക്സി ഓടിച്ച് പോയി കളയോ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോ അങ്ങനെയല്ലല്ലോ. നമ്മുടെ കോൺഷ്യസ്നെസ് ഇതുണ്ട്. ആക്ഷന്റെയും കട്ടിന്റെ ഇടയിലാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പൊ മറ്റേ സാധനമൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആളുകളുടെ കൂടെ വരും എന്നൊക്കെ പറയുന്നത് ഇപ്പൊ യക്ഷിയാ നിഴലാ. ഇപ്പൊ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ചേട്ടന്റെ ഒരു ബിലീഫ് അല്ലെങ്കിൽ ചേട്ടന്റെ കുറച്ച് എത്തിക്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്കറിയാം, പക്ഷെ ആ ക്യാരക്ടറായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നത്. അങ്ങനെ കോൺഫ്ലിക്ട് വന്നിട്ടുണ്ടോ? ഒരു കോൺഫ്ലിക്റ്റും വരില്ല. അതാ കഥാപാത്രമല്ലേ. എനിക്ക് എന്റെ ബിലീഫ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ എനിക്ക് ഇഷ്ടം. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന കഥാപാത്രമാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കുമ്പോ എന്നെ തന്നെയല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അയാള് വീണ്ടും ഒന്ന് വെറുപ്പിക്കാൻ എന്ന് വിചാരിക്കും. ഇത് ബ്രേക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതിപ്പോ ഞാനല്ലാത്ത എന്റെ മനസ്സ് സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളുടെ അന്വേഷണത്തിലാണ് ഞാൻ. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ പറയും ഓക്കെ ഇത് വേറൊരു പരിപാടിയായിട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ അത് നിങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കും. അല്ലാണ്ട് ഞാൻ ഈ മറ്റേ കഞ്ഞി ചമ്മന്തിയും ഡെയിലി കൊണ്ട് വിളമ്പി കഴിഞ്ഞാൽ അത് ഭയങ്കര വെറുപ്പീരാണ് അല്ലേ. ഇപ്പൊ ചേട്ടന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ കാണുമ്പോ ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമ ഏതാ? സംശയമുണ്ടോ? പ്രേമം ആണല്ലേ ഇപ്പോഴും. പിന്നെ ഞാൻ അതിനോട് യുദ്ധം ചെയ്തോണ്ടിരിക്കുന്നു. അതിലും നല്ലൊരു കഥാപാത്രവും അതിലും വലിയൊരു സിനിമയിലേക്ക് എത്താൻ വേണ്ടിട്ട്. അത് ഒരിക്കലും പറ്റിയിട്ടില്ല. അമ്പലത്തിലോ സ്കൂളിലോ എന്ത് പരിപാടിക്ക് പോയാലും അവാർഡ് ഫംഗ്ഷനിൽ എവിടെ പോയി കഴിഞ്ഞാൽ അവർ അഡ്രസ് ചെയ്ത് തന്നെ സിമ്പിൾ പവർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർഷം എത്ര കഴിഞ്ഞിട്ടും അത് അതിനുശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചുരുളി, മാലിക്, തമാശ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, അങ്ങനെ ഒരു ലീഗ് ഓഫ് ഗുഡ് ഫിലിംസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംശയത്തിൽ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ സംശയം പോലൊരു സിനിമയിൽ എത്തിയിട്ടും പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ അത് മാജിക് ആയിരുന്നു. അതിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചേട്ടൻ ഇപ്പം എങ്ങനെ ഒരു ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ എന്നാണോ കാണുന്നത്, അതോ ബ്ലെസ്സിംഗ് ആണത്? ഇപ്പോഴും അരിവാങ്ങി പോകുന്നല്ലേ അല്ലേ. നമുക്ക് അതായത് അതിന്റെ ബേസിലാണ് പറയുന്ന. പ്രേമത്തിന് ശേഷമാണ് എക്കണോമിക്സ് മുഴുവൻ വർക്കായത്. അതെ. അപ്പൊ ഷറഫും ചേട്ടനുള്ളൊരു കോംബോ, നിങ്ങൾ ഒരുമിച്ച് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഈ ഇത്രയും സിനിമകളിൽ സംശയം വരെ എത്തി നിൽക്കുന്നു? ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, നമ്മള് കണ്ട വീഡിയോ മൂന്നാളാണെന്ന് തോന്നുന്നു നമ്മള് രണ്ടുപേരും. എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മള് വെറുതെ വന്ന് നിന്നാ വഴക്കാ. വെറുതെ ഫ്രെയിമിൽ രണ്ടുപേരും, ഞാനും ലിജോ മോളും ഫ്രെയിമിൽ ഇരുന്നായില്ലേ. ലിജോ ലിജോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നിന് സംശയത്തിലെ ടേക്ക് അവേ ലിജോ മോൾ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. ഒന്നും ഭയങ്കര ഗംഭീര നടിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ലിജോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും സെറിനും കൂടെ ആട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രെപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടും ഇവരെ എവിടെയായിരിക്കും ആദ്യം കണ്ടത്, ഞങ്ങൾ പല ബാക്ക് സ്റ്റോറിയൊക്കെ ഭയങ്കര ഡിസ്കസ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. രണ്ട് സീരിയസ് ആക്ടേഴ്സിന്റെ. ലിജോയിലേക്ക് വരുമ്പോ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കൊന്നുമില്ല. പക്ഷെ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോ ഐ ഹാവ് ദാറ്റ് ലക്ഷറി ടു വർക്ക് വിത്ത് ദാറ്റ് ക്യാരക്ടർ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് കറക്റ്റ് എനിക്ക് വിമലയനോടാണ് സംസാരിക്കുന്നത്, ലിജോ അല്ല. ഒന്ന് ലിജോ ഭയങ്കര റിയൽ ആണ്, പിന്നെ ലിജോ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നു കഴിയുമ്പോ പിന്നെ നമ്മൾ രണ്ടുപേരും വെറുതെ ഫ്രെയിമിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് തോന്നുമോ ഇവർ എത്ര വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് മറ്റേ മനസ്സുകൊണ്ട് വളരെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണെന്നുള്ളത്. ഞങ്ങൾ സംസാരിക്കണ്ട, ഞങ്ങൾ കെട്ടിപ്പിടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞങ്ങളൊരു ബെഞ്ചിൽ ഞങ്ങൾ രണ്ടുപേരെയും ആ കോസ്റ്റ്യൂമിൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങൾ ഒരു ഫ്രെയിമിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതേപോലെ തന്നെയാണ് മറ്റവന്റെ കൂടെ, ഷറഫിന്റെ കൂടെ. നമ്മൾ വെറുതെ ഒരു ഫ്രെയിമിൽ നിർത്തിയാൽ മതി, ഇവന്മാർ ഒരു തലത്തിൽ അടുക്കൂല എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങള് പണ്ട് മുതൽ അങ്ങനെയാ. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ആണ് സിനിമയിലും. അപ്പൊ ഈ സിനിമയിൽ കുറവാണ്. ഈ സിനിമയിൽ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രണ്ടാളുകളാണ്. പക്ഷെ ഷറഫ് തന്നെ ഞാൻ ഫണ്ണിയസ്റ്റ് പാർട്ട്, ഷറഫ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു, പെറ്റ് ഡിറ്റക്റ്റീവ്. അതിലവന് വേണ്ടിയിരുന്ന ഒരു ശത്രുവിനെ അവൻ എന്നെ കാസ്റ്റ് ചെയ്തു. എന്നെ കാസ്റ്റ് ചെയ്തു ഇത് തന്നെ പടകാളി. അപ്പൊ ഇതിലും അങ്ങനത്തെ ഒരു ഇതില് ഭയങ്കര സിറ്റുവേഷണൽ പരിപാടിയാണ്. ഇപ്പൊ സംശയത്തിന്റെ ഒരു പ്രത്യേകത തുടക്കം മുതലേ
നമുക്കൊരു ചിരി വരും, ഉം. പിന്നെ നമുക്ക് ചിരിച്ചിരിക്കാം. ഒച്ചത്തിരിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങൾക്ക് ആ സിനിമ മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റും. അതാണ് സംശയത്തിന്റെ പ്രത്യേകത. ടുവേഴ്സ് ഉണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് കരയിപ്പിച്ച് അങ്ങനെ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴും മനോജനും വിമലയും ഹാരിസും ഫൈസയൊക്കെ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ അവരെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ തിയേറ്ററിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല സംശയം. അപ്പൊ ഇതിലെ പാട്ടുകളെ പറ്റിയിട്ട് പറയോ? എത്ര പാട്ടുകളുണ്ട്? അതോ ഇനി ഇറങ്ങാനുണ്ടോ? പാട്ടുകളിൽ ഏറ്റവും ഒരു എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉണ്ട്. ഞാൻ പാടിയിട്ടുണ്ട്. എപ്പോഴാണ് ആ പാട്ട് ഞങ്ങൾക്ക്? ഡയറക്ടറോട് ഇത് പടം ഇറക്കിയിട്ട് റിലീസ് ചെയ്യാൻ വിനയത്ത് പറഞ്ഞു. ഇന്ത്യൻ കോഫി ഹൗസിന്റെ പോലത്തെ ഒരു പാട്ട്, ആ പിടിച്ചോ പിടിച്ചോ എന്ന് പറയുന്ന ഒരു പാട്ട്. അത് ശരി. ഓ, അപ്പം നമ്മുടെ ഒരു എന്താ പറയാ പ്ലേ ബാക്ക് സിംഗർ വിനയ് ഫോർട്ട് അങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഹിഷാം അബ്ദുൽ വഹാബാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അനിൽ ജോൺസണും മറ്റേ ആദ്യം ഇറങ്ങിയ പാട്ട് അനിൽ ജോൺസന്റെയാണ്, കാലമോ ഭൂലോകമോ. ഹിഷാമിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. ഹിഷാം മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. അതെന്റെ 100 times ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആണ്. ഭയങ്കര ഹമ്പിൾ ആണ്. അപ്പൊ ഞാൻ രാജേഷിനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു പടത്തിൽ ഞാൻ റിസ്ക് എടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പാടുക എന്നൊക്കെ പറയുന്നത് രാജേഷ് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. 1/2 മണിക്കൂറിൽ പരിപാടി എടുത്തു ഹിഷാമായിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നാളെ മറ്റന്നാളൊക്കെ ഇട്ട് പടം പിടിച്ചോ പിടിച്ചോ ഇറങ്ങുമായിരിക്കും. മസാല ദോശ, കട്ട്ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാട്ട്. ആ പടം ഞാൻ മതി നോക്കണം. ഇന്ത്യൻ കോഫി ഹൗസിൽ പണ്ട് മുതലേ പോകുന്ന ഒരാളാണോ? ഞാനാണ്. ആണല്ലേ? ഞാനും. എനിക്ക് അവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് കട്ട്ലൈറ്റ് പൊളിയല്ലേ? പിന്നെ എന്താണെന്നറിയോ, നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ എന്റെ കൂടെ അഭിനയിച്ച ആളുകളിൽ കുറെ ആളുകൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ജോലി എടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ അവര് പറയും വീട്ടില് ഭക്ഷണം കഴിക്കുന്നതിലും ട്രസ്റ്റ് ചെയ്യാം നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ. അവര് ഭയങ്കര പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല, അതൊരു സൊസൈറ്റി ആണല്ലോ. ഒരിക്കലും പഴയ ഭക്ഷണം ഉണ്ടാവില്ല, എല്ലാം ഫ്രഷ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് സ്പോട്ട്. അപ്പൊ ഞാൻ എപ്പോഴും കഴിക്കും. സംശയം ലോക്കായതിനു ശേഷം എപ്പോ പോയാലും ഇന്ത്യൻ കോഫി ഹൗസ്. ഇപ്പൊ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ടാവൂല്ലേ? ഭയങ്കരമായിട്ട്. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? എവിടെ? അല്ലെ ഫുഡ് ഇന്ത്യൻ കോഫി ഹൗസിൽ ജനറലി? ഞാൻ കടലിനടുത്ത് താമസിക്കുന്ന ആളല്ലേ, ഫോർട്ട് കൊച്ചിക്കാരല്ല. അപ്പൊ ഞാൻ സീ ഫുഡാണ്. മീൻകറിയും ചോറും പരിപാടി. മീൻകറി, ചോറ്, മീൻ വറുത്ത്, മറ്റേ കേബേജ്, പപ്പടം, ആ ഒരു മോഡാണ്. അതെ. അപ്പൊ എന്താണെങ്കിൽ ഇനിയിപ്പോ സംശയം വരാൻ പോകുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അത് മെയ് 16-ാം തീയതിയാണ് സിനിമ റിലീസാകുന്നത്. ഹൃദയത്തോട് വളരെ അടുത്ത സിനിമയാണ്. ഒരു ഭയങ്കര നിങ്ങൾക്ക് നിസ്സംശയം പോയിട്ട് കാണാം. കാര്യം ഇതിലൊരു ഫൗൾ വേർഡ് ഇല്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി തിയേറ്ററിൽ പോയിട്ട്, ഒന്നാമത് വെക്കേഷൻ കഴിയാൻ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് സിനിമ കാണാൻ പോവുക. മറ്റേ കഥാപാത്രങ്ങളിലൂടെ ചിരിക്കുക, കഥാപാത്രങ്ങളുടെ സങ്കടങ്ങളിൽ ഭാഗമാകുക. സിനിമ കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പുറത്തേക്ക് വരിക. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഏതൊക്കെയാണ് ഇനി പുതിയ പ്രൊജക്ടുകൾ? ഞാൻ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓടുംകുതിര ചാടുംകുതിര, അത് കഴിഞ്ഞു. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷറഫുദ്ദീന്റെ സിനിമ. ഷറഫിന്റെ സിനിമ അല്ല, ഞാൻ താങ്ക്ഫുൾ ആട്ടോ. കാര്യം അയാളൊരു പടം പ്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്കൊരു വേഷം തന്നു. ഭയങ്കര വേഷം എന്ന് പറഞ്ഞാൽ വിളിച്ച് അഭിനയിക്കാൻ ഒന്നുമില്ല, അത് വേറെ കേസ്. പക്ഷെ ലൈക്ക് വെൽ പെയ്ഡ് ആയിരുന്നു, വെൽ ട്രീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഇപ്പൊ എല്ലാം കണ്ട ഒരു പ്രൊമോ സോങ് ഉണ്ട്, അതിലൊരു സർപ്രൈസ് ഉണ്ട്. ഷറഫിന്റെ പടത്തിന്റെ പ്രൊമോ സോങ് ഇറങ്ങി കഴിയുമ്പോ അതിലും ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ആസ് എ ലൈക്ക് കോ ആക്ടർ, ആസ് എ കോ വർക്കർ എന്നുള്ള തരത്തിൽ പുള്ളി ഭയങ്കര ഗംഭീര കക്ഷിയാണ്. പ്രൊഡ്യൂസർ അടിപൊളിയാ, വൃത്തിയായിട്ട് പൈസയൊക്കെ തന്നു, നോ നോൺസെൻസ്, ഭയങ്കര പ്രൊഫഷണൽ ആ കാര്യത്തില്. വ്യക്തി എന്നുള്ള തരത്തിലുള്ള വിയോജിപ്പുകൾ മാത്രമേ എന്തോ അടിച്ച് കമ്മൽ പൊട്ടിച്ചു എന്തൊക്കെയോ കമ്പനികളൊക്കെ ഒന്ന് ആലോചിച്ചു. ആരെങ്കിലും ചെയ്യോ അതൊക്കെ? രണ്ടുപേരും അഭിനയിക്കണു. അപ്പൊ ഞാൻ എന്റെ ഐഡിയ ആണത്. ഞാനാണ് ഈ വീഡിയോ കൊണ്ടുവന്നിട്ട് ഇതേപോലത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ഓൺലൈനിൽ ആളുകളെ കണക്ട് ചെയ്യും, അതിലൂടെ സംശയത്തിന്റെ പേര് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. ഞാൻ അറിഞ്ഞു പരിപാടി തുടങ്ങിയതിന് ശേഷം പട്ടേന്നൊരു അടി കിട്ടി. അപ്പൊ തന്നെ ഞാൻ എന്താ പരിപാടി എന്നറിയോ, ഞാനിങ്ങനെ നോക്കുകയാണ്, ഇവൻ എന്നുള്ള പരിപാടി. അപ്പൊ തന്നെ മറ്റേ സാധനം തുടങ്ങി. അതൊക്കെ ഒരു കണക്കിന് മാനേജ് ചെയ്ത് ഞാൻ വന്നിരുന്നപ്പോ വീണ്ടും ഒരടി, 2 അടി സോളിഡ് ആയിട്ട് കിട്ടി. കമ്മലും ഊരിപ്പോയി എന്റെ. ഒന്ന് ആലോചിച്ചു, ക്യാരക്ടറിലായി പോയതായിരിക്കും. പിന്നെ ക്യാരക്ടർ പുള്ളിക്ക് ഒത്ത് കിട്ടിയപ്പോ പുള്ളിയെ വെച്ച് പെരുക്കിയതാണ്. ഐഡിയ എന്റെ പോയി.
പിന്നെ ഇത് ഒട്ടും മറ്റേ മെയ്ഡപ്പ് ആയിട്ട് ഫീൽ ചെയ്യരുത്. ഇത് റിയൽ ആണെങ്കിൽ മാത്രം ആളുകളിലേക്ക് എത്തുള്ളൂ. അതെ, അത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഇവര് ശരിക്കും അടിപൊളി കാണാം എന്ന് തോന്നും. സിംഗിൾ ഷോട്ടുമാണ്. അപ്പൊ അതുകൊണ്ട് ആളുകളിലേക്ക് എത്തി. സംശയം എന്ന് പറഞ്ഞ പേര് ഒരുപാട് ആളുകളിലേക്ക് എത്തി. അതെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനി അടുത്ത സിനിമയ്ക്കും ഇതേപോലെ ഇവിടെ വന്ന് കുറെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കട്ടെ. Pleasure. Thank you. Thank you so much. Thanks a lot.